ഹായ് ഗൈസ് അപ്പോൾ ഒരു 3-4 ദിവസം പിന്നെ വീഡിയോ നിർത്തുന്നേ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷൂട്ട് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം പർച്ചേസിങ്ങും അതുപോലെ തന്നെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അതിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാണുന്നത് ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇന്നൊരു ഷൂട്ടുണ്ട്, എന്താ പറയുക കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ഷൂട്ടാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് രാവിലെ ഏകദേശം 10 സംതിങ് ആയി. അപ്പോൾ ഏകദേശം ഒരു 9 മണിക്ക് തന്നെ വാച്ചിന് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 9-9:15 ആകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പുറത്ത് വീഡിയോ എടുക്കേണ്ടി വന്നിട്ടാ. അപ്പോൾ ഉള്ളിൽ വായിച്ചിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിങ്കിടുവാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ ഏകദേശം ഉറങ്ങാതെ രാവിലെ 7:30ക്കാണ് ചിങ്കിട് ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കവും കാര്യങ്ങളൊന്നും നേരെ കിട്ടില്ല. എനിക്ക് പിന്നെയും കുറച്ച് കുഴപ്പമില്ലാണ്ട് കിട്ടി. വായിച്ചൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല, കാരണം ഞാൻ ഇടയിൽ പോയി ഉറങ്ങി. വായിച്ച് ചിങ്കിടിനെ മാനേജ് ചെയ്തിട്ട് ഏകദേശം വായിച്ച് പറഞ്ഞത് 7:00 ആയി എന്നാണ് ഉറങ്ങാൻ. പിന്നെ ഒരു 9 മണിക്ക് എണീക്കുകയും ചെയ്തു. ആ ഒരു 1.5 മണിക്കൂർ ആ ഒരു തന്നെ ഉറക്കം കിട്ടിയിട്ടുള്ളൂ. പിന്നെ അമ്മയും ഉണ്ട്. ഷൂട്ട് നീങ്ങുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ അമ്മനെ വിളിക്കുക. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ചിങ്കിടിനെ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് എനിക്ക് റെഡി ചെയ്യാൻ മതിയല്ലോ. പിന്നെ എനിക്ക് അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റ് റെഡി ചെയ്യാൻ മതിയല്ലോ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഉള്ളിൽ പോവാം. വാച്ചിനെ ഞാൻ കാണിച്ചിട്ടാ. ഇതവിടെ വാച്ചിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലേ, പകുതി ആയില്ലാത്ത പകുതി. ആര്? നമ്മൾ രണ്ടുപേരാ. അപ്പോൾ ഗൈസ് ഇതാ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ 2 ദിവസം ഞങ്ങൾ തൂക്കി, കാരണം പ്രാക്ടീസ് ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആണ്. താത്ത എടുത്തോളേ, എന്തോ എടുക്കണം വേണ്ട നിങ്ങൾക്ക്, എന്തെന്തോ വേണ്ടത്. അസിസ്റ്റന്റ് ആയിരുന്നു. അതെ, വിചാരിക്കണം അത് ചിങ്ങട് തന്നെ അല്ല ചിങ്ങടിനോ മറ്റേ അഡ്മിറ്റ് ചെയ്ത ടൈമിൽ റിലീസായിട്ടില്ലല്ലോ. പക്ഷെ ആ ഒരു മുമ്പേ അതിൻ്റെ സോങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇറങ്ങിയിട്ട് തുടങ്ങി. പക്ഷെ ഞങ്ങൾ എന്തായാലും ഫിലിമും കാണാമെന്ന് വിചാരിച്ചു. ഫിലിമും കാര്യങ്ങളൊക്കെ കണ്ട് ഏകദേശം സെറ്റായി. അതെ അതെ. അപ്പൊ ആ കളറിന്റെ കുറച്ച് ലാസ്റ്റ് ഒക്കെ സെറ്റായി. കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം കയ്യിൽ കിട്ടി. ഒറ്റ സ്റ്റിച്ച് ചെയ്ത് കിട്ടി. അതെ, കാരണം വിചാരിച്ച ക്ലോത്തും കളറും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് അവരും കുറച്ച് അലഞ്ഞു. വായിച്ച് എത്ര മണിക്ക് വായിച്ച് ഉറങ്ങി? 7:00 എത്ര? ഇന്നലെ ചിങ്ങടും 6:30. ഇന്നിപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അമ്മ അപ്പഴാണ് ഇട്ടത് പല്ലിയത്. അപ്പൊ ശരി അതിൽ തന്നെ പിടിക്കാണ്ട് ഞാൻ ഉണ്ടാകാതെ കണ്ണടിച്ചു തുടങ്ങി. എന്നെ വന്ന് വെറുതെ തലയും കൊണ്ട് കുത്തി. ഗൈസ് വാച്ചിന്റെ മെയിൻ സംഭവം, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടേജ് ഇല്ലേ മൊത്തം കഷണ്ടി ആയിട്ടായിരുന്നു. അല്ല ഗൈസ്, ഇവിടെ അല്ലേ ഡെലിവറി കഴിഞ്ഞ ശേഷം ഫ്രണ്ടേജ് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ഇപ്പൊ വന്നു. അതെ, അതായത് വന്നിട്ട് ഇത്ര ലെങ്ത് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഒതുങ്ങി നിൽക്കാൻ കുറച്ച്, അതായത് കറക്റ്റ് സ്പ്രേ ഒന്നും ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അതെ, മറ്റേ പ്രേമലൂലെ ആ മോഡലില്ലേ അതുപോലെ ചെയ്യാം. അതെ, പക്ഷെ എന്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് വാച്ചിക്ക് പെട്ടെന്ന് വന്ന് ലെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നു മാത്രം. അല്ല, കഴിഞ്ഞ ഷൂട്ടിന് കുറച്ചുകൂടെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് താന്ന് സെറ്റ് ആയി വരുന്നല്ലോ. പെട്ടെന്ന് റെഡിയാവും, ഭയപ്പെടാതെ. പക്ഷെ എന്താണ് ഞാനും അടിക്കണം എന്ന്. പക്ഷെ ഞാനും മുട്ട അടിക്കുന്നത്, അതൊക്കെ ശരിയാണ്. എന്ത് മുടിയാ?
ലാസ്റ്റ് ബേബിക്ക് പൊളിച്ചിട്ട് എനിക്ക് പൊളിക്കാതിരുന്നാൽ പിന്നെ എനിക്ക് സങ്കടം. മൊട്ടയടിച്ച് ലാസ്റ്റ് ആ റിസ്ക് എടുക്കാനില്ല. അപ്പോൾ ഫൈനലി വായിച്ചിൻ്റെ ലുക്ക് ഫിനിഷായി. ഇതാണ് കേട്ടോ ഇന്നത്തെ ലുക്കിൽ. കളർ മാത്രം ഞങ്ങൾ ചേഞ്ച് ചെയ്തല്ലോ. കളർ സെയിം വേണമെന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാ താത്തൻ്റെ കഴിഞ്ഞു. താത്തൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അവർ ഇറങ്ങണം. ഇവിടെ റോഡ് പണിയായതുകൊണ്ട് വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തിയിട്ട് നടന്നു വന്നാണ്. ആ പിന്നെ ഇതാ ഇന്ന് പുതുതായിട്ടൊരു സ്ഥാനം കയറിയിട്ടുണ്ട് മുമ്പത്തി. അപ്പോൾ അവർ ഇറങ്ങണം. അപ്പോൾ താത്ത ബൈ. ഓ പുഷ്പയും ശ്രീവല്ലിയും മീഷോ ഫ്രം മീഷോ. എൻ്റെ ഇതാട്ടെ കളർ കോമ്പോ പിടിച്ചോളൂ, വേറെ കളറാക്കിയില്ലല്ലോ. അപ്പോൾ കഴിച്ച് വന്നിരിക്കണം. കഴിച്ച് തന്നെ ഞങ്ങൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് ഇനി നേരെ പോയിട്ട് ലൊക്കേഷൻ അവിടെ നല്ല മെച്ചായിരുന്നു ഡ്രസ്സിങ്സ് ആണെങ്കിലും എല്ലാത്തിലും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാം കുറേ ആയിട്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ്. പാൻറ്റല്ല, പാൻറ്റൊക്കെ ചേഞ്ച് ചെയ്യും. ഷർട്ട് മാത്രം നോക്കിയാൽ മതി. ചിങ്കുടു നല്ല ഉറക്കത്തിലാണ്. ചിങ്കുടിന് മെയിൻ രാത്രി ഇപ്പോഴാണെന്ന് അറിയില്ല. അവിടെ നല്ല ഉറക്കം എണീറ്റിട്ടില്ല. ഇനി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴേ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം ഇറങ്ങണം. നമ്മൾ ഷൂട്ട് ചെയ്തതിലൊക്കെ ഇൻഡോറാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. ഇൻഡോറിൽ നല്ല നമുക്ക് എപ്പോഴും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയില്ലേ. ഒരു ഡാൻസ് ക്ലാസ്സിലുണ്ടാ. അപ്പോൾ ഇതാ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. വെയിലല്ല കേട്ടോ, അവിടെ ലൈറ്റ് സെറ്റ് ചെയ്താണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് എടുക്കാനുള്ള പ്ലാൻ. പ്രാക്ടീസ് ചെയ്താണ് വായിച്ചിന് ഫുള്ളായിട്ട് ലുക്ക്. ഷൂ വന്നോട്ടെ. രശ്മികയായി ചിങ്ങടോട് എണീറ്റു കേട്ടാ. ചിങ്ങടോ ഹായ്. ആള് മാറി. അതാ വായിച്ചതിനോട്ട് പോണ്. ആള് മാറി. വായിച്ചതിനോട്ട് ഓടിയതാണ്. ഇവിടെ വരുന്ന വരെ ഉറക്കമാണ്. ഇവിടെ വന്നിട്ടുണ്ട് എണീറ്റ്. ഹായ് പറ. ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അവിടെ ബാക്ക്ഗ്രൗണ്ട് അധികം സെറ്റായില്ല. അപ്പോൾ ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഔട്ട്ഡോർ വന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് നല്ല ഡിമ്മായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈവനിങ് ആയില്ലേ. അപ്പോൾ പറ്റണത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 റീല് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതാ ഞങ്ങൾ കവയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. സെറ്റായി. അവിടെ നോക്കാം, ആള് സെറ്റായി. അവിടെ ചായ പറഞ്ഞിട്ട് ചായ വന്നിട്ട് അതിനുമ്പോടെ കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞങ്ങൾ മട്ട ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലെത്തി. രാത്രി ആയിട്ടാ. വേറെ വഴിയില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീടെത്തി. സമയം ഏകദേശം 12 മണിയിലോ 12 മണിയായിട്ടാ. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഇറങ്ങിയാണ് കേസ്. അപ്പോൾ ഫസ്റ്റ് പോയി അവിടെ സെറ്റായില്ല. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഔട്ട്ഡോർ ഇറങ്ങിയില്ലോ. ഔട്ട്ഡോർ ഇറങ്ങി ബാക്ക്ഗ്രൗണ്ട് സെറ്റായില്ല. പിന്നെ ഞങ്ങൾ ഔട്ട്ഡോർ പോയിട്ട് 2 ഷൂട്ട് ചെയ്ത് പിന്നെ മട്ട ഷൂട്ട് ചെയ്ത് ആ ലൊക്കേഷനിൽ തന്നെ പോയിട്ട് ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീടെത്തി. നല്ല രീതിക്ക് ടയർഡ്. അത് ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ടയേർഡിലോ. വാവിച്ചിതാ ഇവിടെ ഉണ്ട്. പിന്നെ ജെനിലൊക്കെ ഇത് വന്നാവും വണ്ടിയിൽ വരുമ്പോൾ ഉറങ്ങിയിട്ട് അങ്ങനെ കിടന്നു. ചിങ്കിടിന് എന്താ വെച്ചാൽ ചിങ്കിട് വണ്ടിയിൽ കിടന്ന് രാവിലെ ഉറങ്ങിയില്ല. അപ്പോൾ വണ്ടിയിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങിയിട്ട് ആൾ സെറ്റായി. പിന്നെ അതുപോലെ ഷൂട്ടാണെന്നുണ്ടെങ്കിലും വിചാരിച്ച പോലെ വയ്യ. വെയിറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റിയില്ലല്ലോ. സ്റ്റാർട്ടിങ് പോയതും അതിന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നെ ക്ഷീണമായി. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ റെഡി ആയിട്ട് വീഡിയോ അപ്പം തന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടൊരു നമ്മൾ റെഡിയൊക്കെ ആയിട്ട് എവിടേക്കും പോകാനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചടപ്പുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയിട്ട് മൊത്തത്തിൽ ഇതായി. പിന്നെ തലേദിവസമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ടയേർഡും എല്ലാം കൂടി മൊത്തത്തിൽ പോയി. പക്ഷെ എന്നാലും ഞങ്ങൾ വീഡിയോ എടുത്തു. ഒന്നും വിട്ടില്ല. കാരണം
പിന്നെ വേറെ നീട്ടിക്കൊണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തൂലോ അവൻ. അപ്പോൾ എന്തായാലും ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് അമ്മ അവിടെ ഉണ്ട്. അമ്മ ഡ്രസ്സായിട്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും എന്താ പറയുക, പിന്നെ കോസ്റ്റ്യൂംസ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കോസ്റ്റ്യൂംസ് വിചാരിച്ചതിൽ കൂടുതൽ നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. സത്യം. മെയിനില്ലേ കുട്ടിനെ നോക്കണ എന്ത് പെറുക്കണ്ട, എന്തെങ്കിലും ചെറിയ സാധനം എവിടെയെങ്കിലും ഉണ്ടാ എനിക്ക് വായിലിടാനും പെറുക്കാൻ നടക്കുന്ന ആള് അല്ലേ അവേ. മെയിനില്ല ഗൈസ്, എനിക്ക് എപ്പോഴും സെയിം ആയിട്ട് കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. ടാസ്ക് പറഞ്ഞാൽ മുമ്പൊക്കെ ഞങ്ങൾ ഇടില്ലോ അവേ, മുമ്പൊക്കെ ഞങ്ങൾ ഏകദേശം സെയിം തന്നെ എടുക്കുക. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ എടുക്കാനും കാര്യങ്ങളൊന്നും ഇതാണ് ലാസ്റ്റ് കൊണ്ട് എൻ്റെ എങ്ങനെയൊക്കെ കൊളായി പോലും അവേ. പക്ഷെ ഇപ്രാവശ്യം കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും സെയിം ആയിട്ട് ചെയ്തു. പക്ഷെ ചിങ്ങടൂരിന്റെ എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വിചാരിച്ചത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പുറത്ത്, അതായത് ഔട്ട്ഡോർ ആണ് ഞങ്ങൾ വിചാരിച്ചത് ഫസ്റ്റ്. പക്ഷെ ഇപ്പൊ ക്ലൈമറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കാരണം ഞങ്ങൾ നേരെ ഉള്ളിലാക്കി. അതായത് രാവിലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചിങ്ങട ആ ടൈമായി ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോഴാണ് കുറച്ചെങ്കിലും ഉറക്കം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ലൈറ്റിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചയ്ക്കൊക്കെ വെച്ച് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വെച്ച് നടക്കില്ല, കാരണം പൊള്ളൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരം പറയുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആക്കിയാലും ഇനി പണി കിട്ടിയാലെന്ന് വെച്ചിട്ട് ഇൻഡോർ പോയത്. ഇൻഡോർ പോയപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയില്ല. ഇടയ്ക്കൊന്ന് നോക്കിയോ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയില്ല. കണ്ടതിന് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നെ നടക്കുന്ന കേസ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മറ്റേ മട്ട ഷൂട്ട് ചെയ്ത് അവിടെ പോയിട്ട് ഫിനിഷ് ചെയ്തല്ലോ. എനിക്ക് ഫിനിഷ് ചെയ്ത് കേസ്. അപ്പം എന്തായാലും അതിൻ്റെ ഔട്ട് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അധികം തൃപ്തിയില്ലാത്ത പോലെ ഉണ്ട്. കാരണം ഞങ്ങൾ പൊതുവേ ഇങ്ങനെയുള്ള ഷൂട്ടൊക്കെ ചെയ്യണ സമയത്ത് ഒപ്പിക്കാൻ വേണ്ടി ചെയ്യാറില്ല. കാരണം ഞങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നന്നായി ഇരിക്കണം എന്ന് കണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമല്ലേ. പക്ഷെ അറിയില്ല, ഇനിയിപ്പോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് അതിന്റെ ഭംഗി എന്താണെന്ന് അറിയുള്ളൂ. അപ്പൊ വരട്ടെ എന്ന് കണ്ടിരിക്കുന്നില്ല. അപ്പൊ നിങ്ങളും വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. ഇനിയിപ്പോ എന്തായാലും പോയി ഒന്ന് ഫ്രഷ് ആവണം. അതുകൊണ്ട് ഇനിയിപ്പോ ചിങ്ങട് ഉറങ്ങിയാ ഇപ്പൊ ഉറങ്ങാം, അല്ലെങ്കിൽ രാവിലെ ഇരുന്നിട്ട് രാവിലെ ഉറങ്ങാം ഗൈസ്. പിന്നെ എന്താണ് അതന്നെ ഗൈസ്, അമ്മ അവിടെ ഉണ്ട് കേട്ടാ. അമ്മ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയിരിക്കണം. പുഷ്പരാജ്, പുഷ്പിയും ശ്രീവല്ലി. അപ്പോൾ ഗൈസ് എന്താണ് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായം ഞങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഡെയിലി വ്ളോഗിൽ ഇടയിൽ മിസ്സായി ഗൈസ്. ഇടയിൽ മിസ്സായി വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂട്ടിൻ്റെ തിരക്ക് കാരണം ഇടയിൽ വീഡിയോസ് ഞങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതെ, അപ്പോൾ എന്തായാലും ഇത് ഫിനിഷായി. ഇനിയിപ്പോൾ നമുക്ക് ഔട്ട് വരുമ്പോൾ എന്താണ് അവസ്ഥ എല്ലാം നോക്കാം. അപ്പോൾ ഇനി ഡെയിലി മാക്സിമം ഡെയിലി അല്ല, ഓരോ ദിവസം ഇടപെട്ടിട്ട് നിങ്ങൾ വ്ളോഗ് ഇടാൻ പ്ലാനിങ്ങിലാണ്. അഥവാ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നാലും നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, വീഡിയോ എന്തായാലും വരുന്നല്ലേ. അപ്പോൾ എന്തായാലും അടുത്തുള്ള വന്നിരിക്കും. ബൈ.